പ്രകൃതിയാണ് ഏറ്റവും വലിയ എഞ്ചിനീയർ എന്ന് പറയാറുണ്ടല്ലേ. പ്രകൃതിയിലെ ഓരോ കാര്യങ്ങളും അത്ഭുതങ്ങളാണ്. നമ്മൾ മനുഷ്യർ കണ്ടുപിടിച്ച പലതും പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടും അവയെ പോലെ ആകാൻ അനുകരിച്ചൊക്കെയാണ്. അതിനെയാണ് ബയോമിമിക്രി എന്ന് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകൃതിയിൽ തന്നെയുള്ള സൂപ്പർ ഡിസൈനുകൾ മനുഷ്യൻ നൈസായിട്ട് അടിച്ചു മാറ്റി വലിയ വലിയ സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കുന്ന ഒരു പരിപാടി. ബുള്ളറ്റ് ട്രെയിൻ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതിന്റെ മുൻഭാഗം എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂർത്തിരിക്കുന്നതെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ജപ്പാനിലെ പ്രശസ്തമായ ഷിൻകാൻസൻ ബുള്ളറ്റ് ട്രെയിൻ തുരങ്കങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വായുവിന്റെ മർദ്ദം കാരണം വലിയൊരു ബോംബ് പൊട്ടുന്ന പോലത്തെ ഒരു ശബ്ദം ഉണ്ടാക്കുമായിരുന്നു. പരിസരവാസികൾക്ക് ഇത് വലിയൊരു ശല്യമായിരുന്നു. ഇത് ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ ഒരു പക്ഷി നിരീക്ഷകനായിരുന്നതിനാൽ 3 പക്ഷികളിൽ നിന്നുമായി പുള്ളിക്ക് ഇതിനുള്ള പരിഹാരം കണ്ടെത്താൻ സാധിച്ചു. ഒന്നാമത്തേത് പൊന്മാനാണ്. മീൻ പിടിക്കാൻ വേണ്ടി പൊന്മാൻ വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് ഒട്ടും ശബ്ദമില്ലാതെയാണ് ഡൈവ് ചെയ്യുന്നത്. പൊന്മാന്റെ മൂക്കിന്റെ ഡിസൈൻ നോക്കിയാണ് ബുള്ളറ്റ് ട്രെയിനിന്റെ മുൻഭാഗം കൂർപ്പിച്ച രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് മൂങ്ങയാണ്. ഒട്ടും ശബ്ദമില്ലാതെ പറക്കാൻ സഹായിക്കുന്ന മൂങ്ങയുടെ ചിറകിന്റെ വിദ്യ നോക്കി ട്രെയിനിന്റെ മുകളിലത്തെ കണക്ടറുകൾ ഡിസൈൻ ചെയ്തു. ഇനി അടുത്തത് പെൻഗ്വിൻ ആണ്. വെള്ളത്തിലൂടെ സുഖമായി വഴുതി പോകുന്ന പെൻഗ്വിനുകളുടെ വയറിന്റെ ഘടന നോക്കിയാണ് ട്രെയിനിന്റെ അടിഭാഗവും മാറ്റി ചെയ്തത്. ഇതോടെ ആ വലിയ ശബ്ദം പൂർണ്ണമായും മാറിയെന്ന് മാത്രമല്ല, ട്രെയിനിന്റെ വേഗത 10% കൂടുകയും കറണ്ട് ഉപയോഗം 15% കുറയുകയും ചെയ്തു. അതുപോലെ വലിയ കെട്ടിടങ്ങളുടെ ഗ്ലാസുകളിൽ വന്നിടിച്ച് ഒരുപാട് പാവം പക്ഷികളൊക്കെ ചത്തുപോകാറുണ്ട്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത് ചിലന്തി വലയിൽ നിന്നാണ്. പക്ഷികൾ വന്നിടിക്കാതിരിക്കാൻ ചിലന്തികൾ അവയുടെ വലയിൽ ഒരു പ്രത്യേകതരം അൾട്രാ വയലറ്റ് നൂലുകൾ നെയ്യാറുണ്ട്. ഇതേ വിദ്യ കോപ്പിയടിച്ചാണ് ആർണോൾഡ് ഗ്ലാസ് എന്ന കമ്പനി പക്ഷികൾക്ക് മാത്രം കാണാൻ പറ്റുന്ന പുതിയ തരം വിൻഡോ ഗ്ലാസുകൾ ഉണ്ടാക്കിയത്. ഇതോടെ പക്ഷികൾ ഇതിൽ വന്നിടിക്കാതെ മാറി പറക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ ബാഗിലും ചെരുപ്പിലും ഒക്കെ ഉപയോഗിക്കുന്ന വെൽക്രോയുടെ കഥ അറിയാവോ? അതായത് ഈ ഒട്ടിക്കുന്ന സാധനം. 1941 ജോർജ് ഡി മെസ്ട്രസ് എന്ന സ്വിസ് എഞ്ചിനീയർ പുള്ളിയുടെ നായയും കൊണ്ട് കാട്ടിൽ പോയി തിരിച്ചു വന്നപ്പോൾ നായയുടെ മേല് മുഴുവൻ കാട്ടുചെടിയുടെ കുറെ വിത്തുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ആ വിത്തുകളുടെ അരികിൽ കുഞ്ഞു കുഞ്ഞു കൊളുത്തുകൾ, അതായത് ഹുക്സ് ഉള്ളതായിട്ട് കണ്ടെത്തിയത്. അത് നായയുടെ രോമത്തിൽ ഉടക്കിയിരിക്കുകയായിരുന്നു. ഈ ഐഡിയയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന വെൽക്രോ ഉണ്ടായത്. കടലിലെ ചുഴിക്കാറ്റും വെള്ളത്തിലെ കയങ്ങളും കടൽ ചിപ്പികളും ഒക്കെ ഒരു പ്രത്യേക തരം ഷേപ്പിലാണുള്ളത്, അതായത് ഒരു സ്പൈറൽ ഷേപ്പിൽ. ഏറ്റവും കുറഞ്ഞ ഊർജ്ജത്തിൽ വായുവിനെയും വെള്ളത്തിനെയും ഒഴുക്കിവിടാൻ ബെസ്റ്റ് ആണ് ഈ ഒരു ഷേപ്പ്. ഈ വിദ്യ നോക്കിക്കണ്ടാണ് പാക്സ് വാട്ടർ പോലുള്ള കമ്പനികൾ വലിയ ടാങ്കുകളിലെ വെള്ളം മിക്സ് ചെയ്യാനുള്ള ഫാനുകൾ ഉണ്ടാക്കിയത്. ഈ ഒരു ഒറ്റ ഐഡിയ കൊണ്ട് അവർക്ക് 30% വരെ കറണ്ട് ലാഭിക്കാൻ പറ്റും. പിന്നെ ചളി വെള്ളത്തിൽ കിടന്നാലും ഒട്ടും ചളി പുരളാത്ത ഒന്നാണ് താമരയില. താമരയിലയുടെ മുകളിൽ മൈക്രോസ്കോപ്പിലൂടെ മാത്രം കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ മുഴകളുണ്ട്. അതുകൊണ്ടാണ് അതിൽ വെള്ളവും ചളിയും ഒന്നും തട്ടാതെ മുത്തുമണി പോലെ ഈ വെള്ളം ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്. സാധാരണ വാട്ടർ പ്രൂഫ് വസ്ത്രങ്ങളിൽ മാരകമായ വിഷമുള്ള കെമിക്കലുകളാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ താമരയിലയുടെ ഡിസൈൻ കോപ്പിയടിച്ചതുകൊണ്ടാണ് ആംഫിക്കോ എന്ന കമ്പനി കെമിക്കലുകൾ ഇല്ലാതെ തന്നെ തനിയെ ക്ലീൻ ആകുന്ന വസ്ത്രങ്ങൾ ഉണ്ടാക്കിയത്. പഴങ്ങളും പച്ചക്കറികളും പെട്ടെന്ന് ചീഞ്ഞു പോകാതിരിക്കാൻ ഗ്രീൻ പാഡ് ലാബ്സ് ഒരു വിദ്യ കണ്ടെത്തിയിട്ടുണ്ട്. സസ്യങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പുറപ്പെടുവിക്കുന്ന ചില കെമിക്കൽ സിഗ്നലുകളുണ്ട്. ഈ വിദ്യ കൃത്രിമമായി ഉണ്ടാക്കി അവർ ഒരു ചെറിയ പാക്കറ്റിലാക്കി. ഈ പാക്കറ്റ് പഴങ്ങളുടെ കൂടെ വെക്കുമ്പോൾ അത് പഴങ്ങളുടെ ഉള്ളിലുള്ള പ്രതിരോധ ശേഷി കൂട്ടും. അതോടെ വലിയ ചെലവുള്ള കോൾഡ് സ്റ്റോറേജുകൾ ഒന്നുമില്ലാതെ തന്നെ പഴങ്ങൾ കൂടുതൽ ദിവസം കേടുവരാതെ ഇരിക്കും. വിമാനങ്ങളുടെ ചിറകുകൾ പോലെ തന്നെ വായുവിനെ കീറിമുറിച്ച് പോകേണ്ട ഡിസൈനുകൾ എപ്പോഴും മിനുസമുള്ളതായിരിക്കണം എന്നാണ് നമ്മൾ വിചാരിക്കാറുള്ളത്. എന്നാൽ ഈ ഹംബാക്ക് തിമിംഗലങ്ങളുടെ ചിറകളിലെ ചെറിയ മുഴകൾ ഇതിന് നേരെ വിപരീതമായാണ് പ്രവർത്തിക്കുന്നത്. ശാസ്ത്രജ്ഞർ ഈ തിമിംഗലങ്ങളുടെ ചിറകുകളുടെ മാതൃകയിൽ പരീക്ഷണം നടത്തിയപ്പോൾ അത് വായുവിന്റെ തടസ്സം 33% കുറയുന്നതായിട്ട് കണ്ടെത്തി. വെയിൽ പവർ എന്ന കമ്പനി ഈ വിദ്യ കാറ്റാടി യന്ത്രങ്ങളിൽ പരീക്ഷിച്ചപ്പോൾ സാധാരണ വിൻഡ് ടർബൈനുകളേക്കാൾ 40%-ലധികം കാര്യക്ഷമതയാണ് വർദ്ധിച്ചത്. മുതിർന്ന ആളുകളൊക്കെ വഴുതി വീണ് വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതിനൊരു പരിഹാരം കണ്ടെത്തിയത് പാമ്പിന്റെ തൊലിയിൽ നിന്നാണ്. പാമ്പ് മണ്ണിലൂടെ ഇഴയുമ്പോൾ അതിന്റെ ചെതുമ്പലുകൾ തനിയെ പൊന്തി വന്ന് നല്ലൊരു ഗ്രിപ്പ് കൊടുക്കാറുണ്ട്. ഇതേ ഐഡിയ വെച്ച് നിർമ്മിച്ച ഷൂസ് ഇട്ട് നടക്കുമ്പോൾ അതിന്റെ അടിഭാഗം ചെറുതായിട്ടൊന്ന് വലിയും. ആ സമയത്ത് പാമ്പിന്റെ ചെതുമ്പലുകൾ പോലെ കുഞ്ഞു കുഞ്ഞു കൂർത്ത ഭാഗങ്ങൾ തനിയെ പുറത്തേക്ക് വന്ന് നല്ലൊരു ഗ്രിപ്പ് തരും. കാല് നേരെ വെക്കുമ്പോൾ ഇത് തനിയെ ഉള്ളിലേക്ക് മടങ്ങുകയും പഴയ രീതിയിലേക്ക് ആവുകയും ചെയ്യും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേപ്പുകളിൽ നിറയെ കെമിക്കൽ പശയാണ്. എന്നാൽ ഗെക്കോ ടേപ്പിൽ ഒരു തുള്ളി പശ പോലും ഇല്ല. പല്ലികൾ പശയൊന്നുമില്ലാതെ എങ്ങനെയാണ് ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ച് നടക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പല്ലിയുടെ കാലിലെ കോടിക്കണക്കിന് കുഞ്ഞു രോമങ്ങൾ ഭിത്തിയിൽ മുട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം ആകർഷണ ബലം കൊണ്ടാണത്. ഈ വിദ്യയിൽ നിന്നാണ് ഗെക്കോ ടേപ്പ് ഉണ്ടാക്കിയത്. പശയ്ക്ക് പകരം പല്ലിയുടെ കാലിലെ പോലത്തെ കുഞ്ഞു കുഞ്ഞു രോമങ്ങളാണ് ഇതിലുള്ളത്. ഒരു ATM കാർഡിന്റെ വലിപ്പമുള്ള ഈ ടേപ്പ് ഉണ്ടെങ്കിൽ ഭിത്തിയിലെ പെയിന്റ് പോലും പോകാതെ ഭാരമുള്ള വസ്തുക്കൾ ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കാൻ സാധിക്കും.
അതുപോലെ തന്നെ ആവശ്യാനുസരണം നിറം മാറുന്ന ഓന്തുകളില്ലേ, ഓന്തിന്റെ ഈ വിദ്യ ഉപയോഗിച്ചാണ് 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ 3D പ്രിന്റുകളിൽ പല നിറത്തിലുള്ള സാധനങ്ങൾ പ്രിന്റ് ചെയ്യണമെങ്കിൽ പലതരം കളർ മെറ്റീരിയലുകൾ മാറി മാറി ഉപയോഗിക്കണം. എന്നാൽ ഓന്തിന്റെ ചർമ്മത്തിലെ പ്രത്യേകതകൾ പഠിച്ച് ഗവേഷകർ പുതിയൊരു രീതി ഉണ്ടാക്കി. ഇതിലൊരൊറ്റ മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് പ്രിന്റ് ചെയ്യുന്ന നോസിലിന്റെ ചൂടും സ്പീഡും മാറ്റി പ്രിന്ററിന് ഇഷ്ടമുള്ള നിറങ്ങൾ തനിയെ ഉണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ മെറ്റീരിയൽ വെച്ച് മൾട്ടി കളർ പ്രിന്റിംഗ് നടത്താൻ ഈ ഓന്ത് വിദ്യ സഹായിക്കും. ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ പ്രകൃതിയുടെ ഐഡിയകൾ ഉപയോഗിച്ചുണ്ടാക്കിയ സാങ്കേതിക വിദ്യകൾ. പ്രകൃതിയിലെ അത്ഭുതങ്ങളെ മനുഷ്യൻ സ്വന്തം ബുദ്ധി കൊണ്ട് കൂട്ടിയിണക്കുമ്പോഴാണ് ലോകത്തിന് കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്.